ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ഫിസിക്സ് ക്ലാസ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കണ്ട കാര്യം ജൂൾസ് ലോയും ആ ജൂൾസ് ലോയുടെ അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ജൂൾസ് ലോയുടെ ഡെറിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആ ടോപ്പിക്കുകളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആ ജൂൾസ് ലോയിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ജൂൾസ് ലോ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. എന്തായിരുന്നു ജൂൾസ് ലോ? ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് H is equal to I square RT. It is the product of square of current, resistance and time of flow of current. ഇതായിരുന്നു ജൂൾസ് ലോ എന്ന് പറയുന്നത്. അങ്ങനെ ജൂൾസ് ലോ അനുസരിച്ച് ഒരു കണ്ടക്ടർ ചൂടാകുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന താപം എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടൈം ഓഫ് ഫ്ലോയ്ക്കും പ്രൊപ്പോർഷണലാണ് അല്ലെങ്കിൽ ഈക്വലാണ്. അതിൻ്റെ എല്ലാം പ്രോഡക്റ്റിന് ഈക്വലാണ് എന്നാണ് നമ്മൾ ജൂൾസ് ലോയിൽ പഠിച്ചത്. ഇന്ന് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ടേബിള് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ടേബിള് എങ്ങനെ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ജൂൾസ് ലോ. ജൂൾസ് ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം, നിങ്ങൾക്ക് കാണാം H is equal to I square RT. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കേസസിലെ വാല്യൂസ് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിലെ ആദ്യത്തെ കോളത്തിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറാണ്. അവിടെ നിങ്ങൾക്ക് കാണാം 2R, R/2, R, ഇങ്ങനെ പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളം ഇൻറ്റൻസിറ്റി ഓഫ് ദ കറണ്ടാണ്, അതായത് കറണ്ടിൻ്റെ തീവ്രത. അത് I ഉണ്ട്, 2I ഉണ്ട്, I/2, അങ്ങനെ പല വാല്യൂസ് ഉണ്ട്. ടൈം ഓഫ് ഫ്ലോ, എത്ര സമയത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നാമത്തെ റോയിൽ കൊടുത്തിരിക്കുന്നതിന് കാൽക്കുലേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റോ തൊട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ചേഞ്ച് ഇൻ ഹീറ്റ്, അതായത് ഈ വാല്യൂസ് H is equal to I square RTയിലെ ഐയുടെയും ആറിൻ്റെയും ടിയുടെയും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിൽ എത്രമാത്രം വാല്യൂ ചേഞ്ച് ഉണ്ടാകും. ഇനിഷ്യൽ വാല്യൂവിനെ H എന്നെടുത്താൽ, അതായത് H is equal to I square RT ആണെങ്കിൽ വീണ്ടും നമ്മൾ കറണ്ടിനോ റെസിസ്റ്റൻസിനോ ടൈമിനോ ചേഞ്ച് വരുത്തിയാൽ അതിൽ എത്രമാത്രം ഹീറ്റിന് ആദ്യത്തെ വാല്യൂവുമായിട്ട് ചേഞ്ച് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അവസാനത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യത്തെ റോ നോക്കാം. അവിടെ റെസിസ്റ്റൻസ് ആറിന് പകരം 2R ആണ് എടുത്തിരിക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ആദ്യമുണ്ടായിരുന്ന വാല്യൂവിൻ്റെ ഇരട്ടി വാല്യൂ നമ്മൾ എടുത്തു. അപ്പോൾ 10 ആയിരുന്നു റെസിസ്റ്റൻസ്, 10 ഓം ആയിരുന്നു എങ്കിൽ അത് 20 ഓം ആയിട്ട് മാറി. ഇവിടെ അത് 2R ആയിട്ട് എടുത്തിരിക്കുന്നു. കറണ്ട് I ആണ്, ടൈം ഓഫ് ഫ്ലോ T ആണ്. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മുടെ നേരത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, അത് I ആയിട്ട് തന്നെ കൊടുക്കുക. ആറിന് പകരം നമ്മൾ എത്ര കൊടുക്കണം? 2R നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടിക്ക് പകരം ഇവിടെയും T തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, T തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്രയാവും നമ്മുടെ ഇക്വേഷൻ? I square ഇൻറ്റു 2R ഇൻറ്റു T എന്നാവും. അതിലെ 2 ആദ്യം എടുത്താൽ 2 ഇൻറ്റു I square RT എന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതിൽ ഉണ്ടായ ഹീറ്റിൻ്റെ ചേഞ്ച് എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റ് I square RT ആണ്, ഇപ്പോൾ 2I square RT ആണ്. അപ്പോൾ ഹീറ്റ് എത്രയായി? ട്വൈസ് വാല്യൂ ആയി. അപ്പോൾ ഹീറ്റ് 2H എന്ന് നമുക്ക് എഴുതാം. ഇരട്ടി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് താഴോട്ടുള്ള കോളംസ് എല്ലാത്തിലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വാല്യൂസ് ഫിൽ ചെയ്യണം. അത് നോട്ട്ബുക്കിൽ നിങ്ങൾ ഈ കൂടുതൽ ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. ഇനി അത് ചെയ്ത് എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആ കോളം ഇവിടെ വീണ്ടും വലുതാക്കി കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ റോയിലെ വാല്യൂ എന്താണ് എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ റോയിലെ റെസിസ്റ്റൻസ് R ആണ്, കറണ്ട് Iക്ക് പകരം 2I ആണ്, ടൈം ഓഫ് ഫ്ലോ TI. അപ്പോൾ എന്തായിരിക്കും ചേഞ്ച് വരുന്നത്? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ H is equal to I square RT. ഇപ്പോൾ ഐയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഐയുടെ പ്ലേസിൽ നമ്മൾ എത്ര കൊടുക്കണം? 2I ഹോൾ സ്ക്വയർ കൊടുക്കണം. 2I ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാക്കറ്റിൽ 2I ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എത്രയാവും? 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 4I സ്ക്വയർ എന്നാകും.
റെസിസ്റ്റൻസ് ആറിന് മാറ്റമുണ്ടോ? ഇല്ല, അത് സെയിം തന്നെ. അപ്പോൾ 4i² എന്നായിട്ട് മാറും. അപ്പം നമുക്ക് ആ കോളം അടുത്ത കോളം ഫില്ല് ചെയ്യാം. ആ കോളത്തിലെ വാല്യൂ എത്രയായിട്ട് മാറും? നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2i² ഇൻറ്റു RT എന്ന് പറയുമ്പോൾ ആ വാല്യൂ 4i² RT എന്നായിട്ട് മാറി, അല്ലെങ്കിൽ എന്നായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് എത്ര ടൈംസ് ആണ്? ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ 2 ടൈംസ് ആണോ? അല്ല, ഇത് ആദ്യം ഉണ്ടായിരുന്ന വാല്യൂവിൻ്റെ 4 ടൈംസ് ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ഹീറ്റ് എന്നുള്ളത് എത്രയാവും? 4h ആയിട്ട് മാറുന്നു. ഇതുപോലെ അടുത്ത കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. എത്ര വരും അടുത്ത വാല്യൂ? ഐയുടെ സ്ഥാനത്ത് i² RTയിൽ ഐയുടെ സ്ഥാനത്ത് ഐ തന്നെയാണ് ഇവിടെയും. പക്ഷേ ആറിൻ്റെ വാല്യൂ r/2 ആയി മാറി. അപ്പോൾ അത് i² ഇൻറ്റു r/2 ഇൻറ്റു ടി ആയിട്ട് മാറും. അതായത് i² r/2 ഇൻറ്റു ടി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് നോക്കാം. i² r/2 ഇൻറ്റു ടി എന്നുള്ളതിനെ 1/2 i² RT എന്ന് എഴുതാം. i² RT എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? h ആയിരുന്നു. അപ്പോൾ ഇത് എത്രയാണ്? h/2 ആണ് നമുക്കതിൻ്റെ വാല്യൂ. ഇതുപോലെ അടുത്ത റോയും നമുക്ക് ഫില്ല് ചെയ്യാം. അടുത്ത റോ ഫില്ല് ചെയ്യുമ്പോൾ എത്ര വരും? ഐയുടെ സ്ഥാനത്ത് i/2 2² ഇൻറ്റു RT എന്നായിട്ട് മാറും. ഒന്നുകൂടെ പറയാം. ഐയുടെ സ്ഥാനത്ത് i/2 2². ഇവിടെ നമ്മൾ 2i² എടുത്ത പോലെ i/2² ഇൻറ്റു RT. i/2 എന്നുള്ളത് i²/2ൻ്റെ സ്ക്വയർ 4 ആകുന്നു. RT എന്നായിട്ട് മാറും. അത് എത്ര ടൈംസ് ആണ്? അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എച്ചിൻ്റെ 1/4, അതായത് 4/1 മാത്രമായിട്ട് മാറും. h/4 ആയിട്ട് മാറുന്നു. ഇനി അടുത്ത റോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഐയുടെ വാല്യൂ ഐ തന്നെ, ആറിൻ്റെ വാല്യൂ 6 തന്നെ. പക്ഷേ ടൈം മാറി. ടൈം 2 ഇൻറ്റു ടി ആയി മാറി. അതുകൊണ്ട് അതിനെ നമുക്ക് 2i² RT എന്ന് എഴുതാം. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 2h ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ലാസ്റ്റ് കോളത്തിലെ വാല്യൂ എത്ര വരും? 1/2 i² RT എന്ന് വരും. ഞാനധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത്രയും എണ്ണം നിങ്ങൾ ചെയ്തപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഈ കോളം ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ മൊത്തം വാല്യൂ h/2 ആയിട്ട് മാറുന്നു. ഇതാണ് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാനുള്ള മെത്തേഡ്. നോട്ട്ബുക്കിലേക്ക് ടേബിൾ വരച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിന് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. അനലൈസ് ദ ടേബിൾ, ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഹീറ്റ് ദ മോസ്റ്റ്. Don't you now understand how the change in current, resistance and the time for which electricity flows influence the amount of heat developed? 2 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണിത്? നമ്മൾ ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ടേബിൾ അനലൈസ് ചെയ്തിട്ട് ആ അനാലിസിസിൽ നിന്നും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 3 ഫാക്ടറുകളാണ് ഹീറ്റ് പ്രൊഡ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? റെസിസ്റ്റൻസ്, കറണ്ട്, ടൈം ഓഫ് ഫ്ലോ. അതിലെ ഏത് ഫാക്ടറാണ് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റും. കറണ്ടിൻ്റെ സ്ക്വയറാണ് ഹീറ്റിന് പ്രൊപ്പോർഷണൽ. റെസിസ്റ്റൻസിൻ്റെ സ്ക്വയറല്ല, ആ റെസിസ്റ്റൻസ് R ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ ഇവിടെ കറണ്ടിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ടേം അല്ലെങ്കിൽ ഏത് കാര്യമായിരിക്കും ഹീറ്റിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ട് തന്നെയായിരിക്കും. കാരണം കറണ്ട് 1 എന്നുള്ളത് 2 ആയാൽ അതിൻ്റെ സ്ക്വയറാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. നിങ്ങൾ കണ്ടു, ഈ രണ്ടാമത്തെ റോയിൽ നമുക്ക് കിട്ടിയ ആൻസർ 4i² RT എന്നായിരുന്നു. ആ സ്ഥാനത്ത് ഫസ്റ്റ് കേസിൽ റെസിസ്റ്റൻസ് 2 ആയപ്പോൾ അത് 4 ടൈംസ് ആയോ ഹീറ്റ്? ഇല്ല, ഹീറ്റ് 2 ടൈംസേ ആയുള്ളൂ. അപ്പോൾ കറണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ദാറ്റ് ഈസ് മോർ ദാൻ റെസിസ്റ്റൻസ് ആൻഡ് ടൈം. കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെറ്റീരിയൽ ഓർ ഓൺ എ കണ്ടക്ടർ. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇനി അതിൽ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് യു നൗ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ചേഞ്ച് ഇൻ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം for which the electricity flows influence the amount of heat developed. നമ്മൾ കണ്ടു, നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായിട്ടും റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ടും ടൈമിന് പ്രൊപ്പോർഷണലായിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ഇവിടെ കണ്ടു. ഇനി അത് പ്രാക്ടിക്കലായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് വഴി കാണാനുള്ള കാര്യമാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സർക്യൂട്ടിൽ 2 ബീക്കറുകൾ വെച്ചിട്ടുണ്ട്. ഈ ബീക്കറിനകത്ത് ഒരു ലിക്വിഡ്, അത് വാട്ടറാണ്, നമുക്കിത് നോക്കാം.
വാട്ടർ വായിക്കേണ്ട പാർട്ടുകൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വായിച്ച് നോക്കാം. ഇവിടെ വാട്ടർ എടുത്തിട്ടുണ്ട്, അതിൽ PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടർ ഒരു നിക്രോം വയറാണ്. നിക്രോമിൻ്റെ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. നിക്രോം വയറാണ്, റെസിസ്റ്റൻസ് കൂടിയ പെട്ടെന്ന് ഹീറ്റ് ആകുന്ന ഒരു മെറ്റീരിയലാണ് നിക്രോം. ഇനി RS എന്ന് പറയുന്ന ബീക്കർ ബിയിൽ വെച്ചിരിക്കുന്ന വയർ ഒരു കോപ്പർ വയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ഒരു 6 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്നു. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുകയും ഇവിടെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസാണ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ RH. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ലൈറ്റ് സെൻറ്ററിൽ വെച്ച് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ റിയോസ്റ്റാറ്റ് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ആ റിയോസ്റ്റാറ്റാണ് ഈ ഇരിക്കുന്ന സാധനം. ഒരു സിലിണ്ടർ പോലെ ഇരിക്കുകയും അതിന് മുകളിലൊരു സ്ലൈഡർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്ന സാധനമാണ് റിയോസ്റ്റാറ്റ്. ആ റിയോസ്റ്റാറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ റിയോസ്റ്റാറ്റ് മാറ്റുന്നതിനൊപ്പം ഇതിലൂടെയുള്ള അമീറ്ററിലൂടെയുള്ള കറണ്ട് മാറുകയും ചെയ്യും. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്ററും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സർക്യൂട്ട്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് നിക്രോം വയറാണ് PQ. നിക്രോം വയർ പെട്ടെന്ന് ചൂടാവും, കാരണം അതിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതേ സമയത്ത് കോപ്പറിന് റെസിസ്റ്റൻസ് കുറവുള്ളത് കൊണ്ട് തന്നെ കോപ്പർ വയർ ചൂടാകുകയുമില്ല. അങ്ങനെ കുറേ സമയത്തേക്ക് നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ A എന്ന് പറയുന്ന ബീക്കറിലുള്ള വാട്ടർ ബിയേക്കാളും കൂടുതൽ ചൂടായിട്ടുണ്ടാവും. കാരണം എയിലുള്ളത് നിക്രോം വയറാണ്, അതിന് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഇവിടുത്തെ കറണ്ട് കൂട്ടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? രണ്ട് ബീക്കറിലെയും ടെമ്പറേച്ചർ ഇപ്പോൾ ഉള്ളതിനേക്കഴിഞ്ഞും കുറച്ചുകൂടെ കൂടും. എന്നാൽ എയിലെയും ബിയിലെയും ടെമ്പറേച്ചർ ഒരുപോലെയാകുമോ? അതൊരിക്കലും അങ്ങനെ വരികയില്ല. പക്ഷേ എയിലെ ടെമ്പറേച്ചർ കൂടും. സപ്പോസ് അതൊരു 50 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണെങ്കിൽ കറണ്ട് കൂട്ടിയാൽ അത് കുറച്ചുകൂടെ കൂടും. 50 എന്നുള്ളത് ചിലപ്പോൾ 60യോ 70യോ ആയിട്ട് മാറാം. ഇവിടെ 20 അല്ലെങ്കിൽ 30 ഡിഗ്രി ഇരുന്നത് 35 ഡിഗ്രി ആയിട്ട് മാറാം. പക്ഷെ ഒരിക്കലും ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടും ഈക്വൽ ആകുകയില്ല. പക്ഷേ രണ്ടിലും അല്പം കൂടുതൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കറണ്ടിൻ്റെ വാല്യൂ കൂട്ടിയാൽ. ഇനി നമ്മൾ കൂടുതൽ സമയത്തേക്ക് കറണ്ട് കടത്തി വിട്ടാലോ സ്വാഭാവികമായിട്ടും കൂടുതൽ ഹീറ്റ് രണ്ട് ബീക്കറിലും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴും ബീക്കർ എയിൽ ടെമ്പറേച്ചർ കൂടുതലും ബിയിൽ ടെമ്പറേച്ചർ കുറവുമായിരിക്കും. കാരണം ബീക്കർ എയിലാണ് നിക്രോം വയറുള്ളത്. ഇതാണ് നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കാര്യം നോക്കാം. Let us do an experiment to observe the relation between the heat developed according to Joule's law and the current, resistance R and time for which the current flows T. A and B are two beakers of 200 milliliter capacity. രണ്ടിലും ഒരേ വാട്ടർ കപ്പാസിറ്റി ആണുള്ളത്. ഈച്ച് ബീക്കർ കണ്ടെയ്ൻസ് 100 ml of water. രണ്ടിലും 100 ml വാട്ടറും ഉണ്ട്. PQ is a nichrome wire. RS is copper wire of the same length and diameter as the nichrome wire. നിക്രോം വയറിൻ്റെ അതേ ലെങ്തും ഡയമീറ്ററും ഉള്ള കണ്ടക്റ്റിംഗ് വയർ അല്ലെങ്കിൽ കോപ്പർ വയറാണ് അടുത്ത ബീക്കറിൽ RS എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബീക്കേഴ്സ് A and B യൂസിങ് എ തെർമോമീറ്റർ. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് എയിലെയും ബിയിലെയും ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നു. വെൻ സ്വിച്ച്ഡ് ഓൺ isn't it the same current that passes through PQ and RS? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ PQയിലും RSയിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ആണോ? അതെ, സെയിം കറണ്ടാണ് പാസ് ചെയ്യുന്നത്. കാരണം ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. നിങ്ങൾ സീരീസ് സർക്യൂട്ട് എന്താണെന്ന് ഓർക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ കറണ്ട് സെയിം ആയിരിക്കും. ഒബ്സർവ് ദ അമീറ്റർ റീഡിംഗ്. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ 2 ബീക്കേഴ്സ് ആഫ്റ്റർ 3 or 4 minutes. 4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ചേഞ്ചിങ് ദ കറണ്ട് ആൻഡ് ടൈം. ഈ എക്സ്പെരിമെൻറ്റ് കറണ്ടും ടൈമും ചേഞ്ച് ചെയ്ത്, അതായത് കൂടുതൽ കറണ്ടിലും കൂടുതൽ സമയത്തേക്കും നമ്മൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കറണ്ട് 2 ആമ്പിയർ ഉണ്ടായിരുന്നത് 3 or 4 ആമ്പിയർ ആക്കി കൂട്ടുക. 5 മിനിറ്റ് നേരം നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ 3 or 4 മിനിറ്റ് ചെയ്ത കാര്യം 5 or 6 മിനിറ്റ് നേരത്തേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ദ വാട്ടർ ഇൻ ബീക്കേഴ്സ് A and B, വിച്ച് വൺ ഗോട്ട് ഹീറ്റഡ് മോർ? ഏതായിരിക്കും കൂടുതലായിട്ട് ഹീറ്റായത്? ഡെഫിനറ്റ്ലി എയിലായിരിക്കും. എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് ഇൻ ദ ബീക്കർ ദ മെറ്റീരിയൽ ഓർ ദ കണ്ടക്ടർ പ്ലേസ്ഡ് ഈസ് നിക്രോം വിച്ച് ഹാവിങ് മോർ resistance and so more heat is produced than that of
the metal wire placed in beaker B. What change is observed in the temperature of water in both the beakers when current is increased using rheostat? അപ്പോൾ കറണ്ട് കൂട്ടിയാൽ, റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ട് കൂട്ടിയാൽ എന്ത് ചേഞ്ച് കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അടുത്തത്, വാട്ട് വാസ് എ ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ടെമ്പറേച്ചർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് ഓൺ ഇൻക്രീസിങ് ദ ടൈം? ടൈം കൂട്ടിയാൽ രണ്ട് ബീക്കറുകളിലെയും ടെമ്പറേച്ചറിന് എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുന്നത്? ടൈം കൂട്ടിയാൽ ടൈം കൂട്ടിയാൽ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്, റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ടൈം കൂട്ടുമ്പോഴും ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ചെയ്ത കാര്യത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ടേബിളിൽ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് ഈസ് ജൂൾസ് ലോ ഈസ് യൂസ്ഫുൾ ഇൻ ഡിവൈസസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ജൂൾസ് ലോ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഡിവൈസസ് അത് ഏതൊക്കെയായിരുന്നു? ഇലക്ട്രിക് അയൺ, അതുപോലെ തന്നെ നമ്മൾ ഹീറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് us സോൾവ് സം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വിച്ച് ആർ റിലേറ്റഡ് ടു ജൂൾസ് ലോ. ഇനി ജൂൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് 2-3 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപെയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes? റെസിസ്റ്റൻസ് 200 ohm ഉള്ള ഒരു കണ്ടക്ടറിലൂടെ 0.2 ആംപെയർ കറണ്ട് 5 മിനിറ്റ് നേരം കടത്തിവിട്ടാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും നിങ്ങൾ നോട്ടിൽ എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മുടെ ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ എന്താണ്? H=I²RT എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രമേ നമ്മളിപ്പോൾ നിലവിൽ പഠിച്ചിട്ടുള്ളൂ. ഈ ഇക്വേഷനിലെ കറണ്ട് എത്രയാണ്? 0.2 ആംപെയർ. റെസിസ്റ്റൻസ് എത്രയാണ്? 200 ohm. ടൈം എത്രയാണ്? 5 minutes. നമുക്കറിയാം, നമ്മൾ മിനിറ്റിലല്ല ഫിസിക്സിൽ അല്ലെങ്കിൽ യൂണിറ്റുകൾ നമ്മൾ സാധാരണ ടൈമിൻ്റെ യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ 5 മിനിറ്റ് എന്നുള്ളത് എത്ര സെക്കൻഡാണ്? 5 × 60 സെക്കൻഡ്, അതായത് 300 സെക്കൻഡാണ് ടൈം എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ 0.2 ആംപെയർ, 0.2 സ്ക്വയർ, റെസിസ്റ്റൻസ് 200 ohm, ടൈം 300 സെക്കൻഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2400 ജൂൾസ് എന്ന് കിട്ടും. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്? 2400 ജൂൾസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ്. ഇനി നമുക്ക് ജൂളിനെ കലോറി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് 4.2 ജൂൾസ് ഈസ് 1 കലോറി, അതായത് 4.2 ജൂളാണ് ഒരു കലോറി എങ്കിൽ ദെൻ H=ഡാഷ് കലോറി, എത്ര കലോറിയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹീറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2400 ജൂളാണ്. അതിൽ ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കലോറി ഹീറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര കലോറി ആയിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2400 ജൂളിനെ നമുക്ക് എന്ത് ചെയ്യണം? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്? ഏതാണ്ട് 571.4 അല്ലെങ്കിൽ 571.5 കലോറി എന്ന് നമുക്കതിൽ നിന്ന് ആൻസർ കിട്ടും. ഇനി H=I²RT is used to find out the heat developed when current flows through a conductor. Let us try to write down the equation in some other forms as well. അതായത് നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന H=I²RT എന്ന് പറയുന്ന ഇക്വേഷനെ വേറെ പല ഫോമുകളിലും എഴുതാൻ പറ്റും. അത് എങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ സിറ്റുവേഷനുകളിലും നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് പോലെ കറണ്ടിൻ്റെ വാല്യൂവും റെസിസ്റ്റൻസും ടൈമും തരണമെന്നില്ല. ചിലപ്പോൾ പൊട്ടൻഷ്യൽ ആയിരിക്കും തന്നിരിക്കുന്നത്, വോൾട്ടേജ് V ആയിരിക്കാം ചിലപ്പോൾ തന്നിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ആ
സിറ്റുവേഷനിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും ചില ഇക്വേഷനുകൾ അത്യാവശ്യമായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പഠിക്കാനുള്ളത്. അതിന് നമുക്ക് ഓംസ് ലോ അറിയാം. ഓംസ് ലോ അനുസരിച്ച് V = IR ആണ്. അപ്പോൾ I എത്രയാണ്? V/R ആണ്, ഇവിടെ തന്നിരിക്കുന്നത് പോലെ. നമ്മുടെ ജൂൾസ് ലോയിൽ നമ്മൾ പഠിച്ചത് H = I²RT എന്നാണ്. ഈ H = I²RT എന്നുള്ള ഇക്വേഷനിൽ കറണ്ടിന് I = V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ H = V/R² എന്നായി മാറും. ഒന്നുകൂടെ നോക്കുക. H = Iയുടെ സ്ഥാനത്ത് V/R²RT എന്നായിട്ട് മാറുന്നു. അപ്പോൾ ഇക്വേഷൻ എത്രയാവും? H = V/R²RT. ഇതിൽ നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ, അത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, V²/R² × RT എന്നാവും. അപ്പോൾ V²/R²RT എന്നുള്ളതിൽ R²ലെ ഒരു ആറും ഈ ന്യൂമറേറ്ററിലുള്ള ആറും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ V² / R × T എന്നായി മാറും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? H = V²/R × T. V²/R × T. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനായി ഹീറ്റിനെ കണക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ ഇക്വേഷൻ? ആദ്യത്തെ ഇക്വേഷൻ H = I²RT. രണ്ടാമത്തെ ഇക്വേഷൻ H = V²/R × T. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യാം. ഇനി അടുത്തതായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് us find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കറണ്ട് ആയിരുന്നു തന്നിരുന്നത്. ആ കറണ്ടിന് പകരം ഇവിടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും ഉണ്ട്, ആ കൂട്ടത്തിൽ വോൾട്ടേജും തന്നിരിക്കുന്നു. അപ്പോൾ വോൾട്ടേജ് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 920 ഓം, ടൈം 3 മിനിറ്റ്. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3 × 60 seconds. അപ്പോൾ എത്ര വരും? 180 seconds എന്ന് വരും. ഈ കാര്യങ്ങൾ നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച H = V²/R × T എന്ന ഇക്വേഷനിൽ തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 230² × 3 × 60/920 എന്ന് മാറും. ഇതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യണം. 2 തവണയെങ്കിലും മിനിമം എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയാലേ നമുക്ക് ടെസ്റ്റ് പേപ്പറിനും എക്സാമിനും ഒക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കുക. 10,350 ജൂൾസ് ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ ക്വസ്റ്റിനെ തന്നെ നമുക്ക് വേറൊരു തരത്തിൽ അല്ലെങ്കിൽ I²RT ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് ഉണ്ടോ? കറണ്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ ഓംസ് ലോ എടുത്താൽ ഓംസ് ലോ അനുസരിച്ച് V/R ആണ് കറണ്ട് I. റിപ്പീറ്റ്, I = V/R. V എന്ന് പറയുന്നത് 230 വോൾട്ടും R എന്ന് പറയുന്നത് 920 ഓമുമാണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിസൾട്ടിൽ ചെയ്യുക. ഈ റിസൾട്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് അടുത്ത ദിവസത്തെ നോട്ടിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. ഈസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദാറ്റ് ദസ് ഒബ്റ്റെയിൻഡ്? ഇവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത എമൗണ്ട് ഓഫ് എനർജിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനും ആൻസർ നോട്ടിൽ തന്നെ എനിക്ക് തരണം. ഈ ക്വസ്റ്റ്യൻ ഇതിൽ സോൾവ് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ. ഇനി അടുത്ത പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന നോട്ട് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ദ റിലേഷൻ H = VIT. അതായത് ഈ പ്രോബ്ലം H = VIT എന്ന ഇക്വേഷൻ, എവിടെ നിന്നാണ് H = VIT എന്ന് പറയുന്ന ഇക്വേഷൻ? ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച H = I²RT എന്ന് പറയുന്ന ഇക്വേഷനിൽ റെസിസ്റ്റൻസ് R-നെ നമുക്ക് V/R = V/I എന്നെഴുതി. ഒന്നുകൂടെ പറയാം, റെസിസ്റ്റൻസ് R = V/I എന്ന് എഴുതിയാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിനെ സോൾവ് ചെയ്ത് H = VIT എന്നുള്ള ഇക്വേഷൻ കിട്ടും. അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഈ ഡെറിവേഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം അത് ഡിറൈവ് ചെയ്ത് H = VIT ആകുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനാണ് H = VIT എന്ന് പറയുന്നത്. ലെറ്റ് us കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ
3 ampere current flows through an electric iron box designed to work under 230 volt. Which equation will help us to solve the problem easily? Solve the problem. Details of two electric heaters are given below. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. ഇതും ഞാൻ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരുന്നു. ഇതിൻ്റെ എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുക, അപ്പോൾ ഞാൻ എൻ്റെ സൊല്യൂഷൻ തരാം. ഇതിൽ കറണ്ടിൻ്റെ വാല്യൂ 3 ആംപെയർ തന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് തന്നിരിക്കുന്നത്? അതിലെ വോൾട്ടേജിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 230 വോൾട്ടാണ്. വിച്ച് ഇക്വേഷൻ വിൽ ഹെൽപ്പ് us ടു സോൾവ് ദിസ് പ്രോബ്ലം? അപ്പോൾ ഇലക്ട്രിക് അയൺ ബോക്സിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് അയൺ ബോക്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ടൈമിൻ്റെ വാല്യൂ തന്നിട്ടില്ല. തൽക്കാലം നിങ്ങൾ ടൈം 5 മിനിറ്റ്സ് ആയിട്ട് എടുക്കുക. 5 മിനിറ്റ്സ് ടൈം എന്ന് വെച്ച് ഇതിൻ്റെ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഹോംവർക്കായിട്ട് ചെയ്യുക. ആ ഹോംവർക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. അടുത്തത്, ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മെയ്ഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ്സ് ഈച്ച്. ഇത് 5 മിനിറ്റ് നേരം വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ 5 മിനിറ്റ് നേരം വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഹീറ്റർ എ വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 1150 ഓം, വർക്കിംഗ് ടൈം നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ 5 മിനിറ്റ്. ഇനി അടുത്തത് വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട് തന്നെ, റെസിസ്റ്റൻസ് 460 ഓം ആൻഡ് വർക്കിംഗ് ടൈം 5 മിനിറ്റ്സ്. രണ്ടിലെയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ പ്രോബ്ലം ഒന്നുകൂടെ നിങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്യണം. വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്റർ എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്റർ, അതായത് റെസിസ്റ്റൻസ് എ എന്ന് പറയുന്ന ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 1150 ഓം ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എത്രയാണ്? 13,800 ജൂൾസ് ആണ്. കമ്പയർഡ് ടു ബി ഹാവിങ് റെസിസ്റ്റൻസ് 460 ഓം, ഇറ്റ്സ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് 34,500 ജൂൾസ്. അപ്പോൾ എവിടെയാണ് ഹീറ്റ് കൂടുതൽ? എയ്ക്കാണ്. പക്ഷേ ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? എയ്ക്കാണ് ഞാൻ പറഞ്ഞതിലൊരു ചെറിയ എററുണ്ട്. എയ്ക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കുറവാണ്. ബിക്ക് റെസിസ്റ്റൻസ് 460 ഓമേ ഉള്ളൂ, പക്ഷേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കൂടുതലാണ്. അതായത് റെസിസ്റ്റൻസ് കൂടുതലുള്ള മെറ്റീരിയൽ കുറച്ച് ഹീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ റെസിസ്റ്റർ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്നും കണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവുള്ള സാധനം എന്തുകൊണ്ട് കൂടുതലായിട്ട് ചൂടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ഇക്വേഷൻ H = V² × T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ, ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് വരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ V ഇൻക്ലൂഡ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. ആ ഇക്വേഷൻ V² × T എന്നാണ്. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരിക്കലും I²RT ഉപയോഗിക്കാൻ പാടില്ല. കാരണം കറണ്ട് സെയിം അല്ല എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളിലും. ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസും ഹീറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കുറവുള്ള സാധനം കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഒരു കണ്ടക്ടറിൻ്റെ കാര്യമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് റെസിസ്റ്ററുകളിൽ, ഒരേപോലത്തെ റെസിസ്റ്ററുകളിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവുള്ളതിന് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതാണ് ആൻസർ. അപ്പോൾ വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? ആൻസർ ഈസ് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്. വോൾട്ടേജിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണമെന്നില്ല. ഇനി മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യാം: വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ്
but for different devices the potential difference or voltage applied is the same, but the resistance is inversely proportional to the heat produced on the resistor. I repeat, the resistance is inversely proportional to heat produced. Therefore, the low resistance low resistance heater produces more heat. ഒന്നുകൂടെ പറയാം. The heat is inversely proportional to the resistance. Therefore, for a resistor of low resistance, heat produced become more. In which way does the change in resistance influence the heat developed? The heat is inversely proportional to the resistance. അതാണ് അതിൻ്റെ ആൻസർ. Find out the current in the heaters A and B and compare the heat developed. ഇതിൽ നിന്നും നമ്മൾ കറണ്ട് കണ്ടുപിടിച്ച് അത് വെച്ച് നമ്മൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്തത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I is equal to ഓംസ് ലോ അനുസരിച്ച് I equal to V/R എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ I equal to B എന്ന് പറയുന്നത് 230/R 150 ഓം ആണ് R. ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കേസിൽ V/R എടുക്കുമ്പോൾ 230/460 എന്ന് വരും. ആ വാല്യൂ നിങ്ങൾ തനിയെ കണ്ടുപിടിക്കണം, നോട്ടിൽ എനിക്ക് അയച്ചു തരണം. അപ്പോൾ ആ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഡിവൈസിൽ കൂടുതൽ കറണ്ടും ആദ്യത്തെ ഡിവൈസിൽ കറണ്ട് കുറവുമാണ് എന്നുള്ളത് കാണാൻ പറ്റും. ഇനി അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ഹീറ്റേഴ്സ് A and B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ കറണ്ടിനെ ബേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എന്തുകൊണ്ട്? കാരണം നമുക്കിടെ ഇക്വേഷൻ അനുസരിച്ച് H is equal to I² RT ആയിരുന്നു. അപ്പോൾ കറണ്ട് കൂടുതലുള്ളിടത്ത് ഹീറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ചെയ്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടുപിടിച്ച കറണ്ടിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടാമത്തെ, അതായത് ഹീറ്റർ ബിക്ക് കറണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹീറ്റർ ബി കൂടുതലായിട്ട് ചൂടാകുന്നതായിട്ട് കാണാൻ പറ്റും. അതുതന്നെയാണ് നമ്മളിവിടെ കണ്ട കാര്യവും. അതുകൊണ്ട് ഒരു കൺക്ലൂഷനായിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഈ എക്സാമ്പിൾ എടുത്താൽ ഹീറ്റർ എയ്ക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറ്റർ എ കുറച്ചേ ചൂടായുള്ളൂ, അല്ലെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് കുറവായിരുന്നു. മാത്രമല്ല കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കണ്ടു ഹീറ്റർ എയ്ക്ക് കറണ്ട് കുറവാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കണ്ട കാര്യം ഹീറ്റർ എയ്ക്ക് കറണ്ട് കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കുറവാണ്. അതേ സമയത്ത് തന്നെ ഹീറ്റർ ബിയിൽ റെസിസ്റ്റൻസ് കുറവായിരുന്നതുകൊണ്ട് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും മാത്രമല്ല റെസിസ്റ്റൻസ് ബിക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കൂടുതലാണ്. അപ്പോൾ ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ കമ്പാരിസൺ. ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റേഴ്സ് കറണ്ടിന് എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫാനിൽ നിങ്ങൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. റെഗുലേറ്റർ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള റെഗുലേറ്റർ നമ്മൾ അതിൻ്റെ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുമ്പോൾ അത് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിരിക്കും. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടുന്നത് സാധാരണ അതിൽ എഴുതിയിരിക്കുന്ന നമ്പറിൻ്റെ എമൗണ്ട് 5 എന്നുള്ളത് 4, 3, 2 എന്നൊക്കെ വരുമ്പോൾ ഫാനിൻ്റെ സ്പീഡ് കുറയും. ആ സമയങ്ങളിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും തോറും, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടും തോറും ഫാനിൽ നമ്മൾ കണ്ട പോലെ എന്ത് സംഭവിക്കും? കറണ്ടിൻ്റെ വാല്യൂ കുറയുകയും ആ ഡിവൈസിലേക്കുള്ള കറണ്ട് സപ്ലൈ കുറയുകയും ഫാൻ പോലെയുള്ള ഡിവൈസുകളിൽ അതിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യും. Let us take a look to how the voltage and current change when resistors are arranged in different ways of the circuit. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സിനെ സർക്യൂട്ടാണ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ജൂൾസ് ലോയുടെ ഡിഫറൻറ്റ് മാത്തമാറ്റിക്കൽ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജൂൾസ് ലോയിൽ H is equal to I² RT എന്ന് പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്തായിരുന്നു.
ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ I എത്രയാണ്? അത് V ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V/R എന്നായിട്ട് മാറുന്നു. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന I ഈക്വൽ ടു V/R എന്ന് പറയുന്ന ഈ ടേമിനെ H ഈസ് ഈക്വൽ ടു I²RT എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഐയുടെ സ്ഥാനത്ത് V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്രയായിട്ട് മാറും? I² വരുമ്പോൾ V²/R² ഇൻറ്റു RT എന്നായിട്ട് മാറും. ഇതിലെ R² ഒരാറും അല്ലെങ്കിൽ ഈ സ്ക്വയർ എന്നുള്ള ടേമും ആറൂടെ ക്യാൻസൽ ചെയ്താൽ V²/R ഇൻറ്റു T എന്നായിട്ട് മാറും. ഇതാണ് ജൂൾസ് ലോയുടെ രണ്ടാമത്തെ ഫോം. ആദ്യത്തെ ഫോം H ഈസ് ഈക്വൽ ടു I²RT, രണ്ടാമത്തെ ഫോം V²/R ഇൻറ്റു T. ഇതിൻ്റെ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ജൂൾസ് ലോയുടെ മൂന്നാമത്തെ ഫോമിലേക്ക് വരുത്താൻ വേണ്ടി നമ്മൾ H ഈസ് ഈക്വൽ ടു I²RT എന്നുള്ള ഇക്വേഷനിൽ V ഈക്വൽ ടു IR എന്ന് പറയുന്ന ഓംസ് ലോയിൽ നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തായിരുന്നു? I ഈക്വൽ ടു V/R എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R ഈക്വൽ ടു V/I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, നേരത്തെ നമ്മൾ കറണ്ടിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, പക്ഷേ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് R എന്നുള്ളത് V/I എന്നായിട്ട് മാറും. അപ്പോൾ I² ഇൻറ്റു V/I ഇൻറ്റു T എന്നായിട്ട് മാറും. ഇതിലെ I²ൻ്റെ സ്ക്വയറും ഐയുടെ ക്യാൻസലായാൽ ഒരു I ന്യൂമറേറ്ററിൽ വരികയും ഇക്വേഷൻ VIT എന്ന് മാറുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫോംസ് ഓഫ് ജൂൾസ് ലോ? ആദ്യത്തെ ഫോം H ഈസ് ഈക്വൽ ടു I²RT, രണ്ടാമത്തത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് H ഈസ് ഈക്വൽ ടു വോൾട്ടേജിൻ്റെ വാല്യൂവിൽ പറഞ്ഞാൽ V²/R ഇൻറ്റു T, ആൻഡ് തേർഡ് ഫോം ഈസ് H ഈസ് ഈക്വൽ ടു VIT. ഈ മൂന്ന് ഇക്വേഷനുമാണ് ജൂൾസ് ലോയുടെ മാത്തമാറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ജൂൾസ് ലോയുടെ മൂന്ന് ഇക്വേഷൻ മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മൂന്ന് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ ഇതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾ എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും 2 or 3 തവണ അല്ലെങ്കിൽ പഠിക്കുന്ന അത്രയും തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് ഓർ സെക്കൻഡ് മൊഡ്യൂൾ. താങ്ക് യു.